കാലടിയുടെ മുഖച്ഛായ മാറുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കാലടിയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കാവുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക പരാധീനതകൾക്കിടയിലും മറ്റ് സാങ്കേതിക തടസ്സങ്ങൾക്കിടയിലും ഒട്ടേറെ പദ്ധതികൾ തുടങ്ങിവെക്കാനും നിരവധി പദ്ധതികൾ പൂർത്തിയാക്കാനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. കേന്ദ്ര സംസ്ഥാന ഗ്രാൻറ്റുകൾ, MP, MLA ഫണ്ടുകൾ, പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട്, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ ഇതെല്ലാം സംയോജിപ്പിച്ച് ലഭ്യമായ എല്ലാ ധനസ്രോതസ്സുകളും സംയോജിപ്പിച്ച് എടുത്തു പറയാവുന്ന നിരവധി പദ്ധതികൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞു. എൻ്റെ പേര് ശാന്ത ചാക്കോ. ഞാൻ കാലടി പഞ്ചായത്തിൽ 17-ാം വാർഡിൽ ജനിച്ചു വന്ന ജനപ്രതിനിധിയാണ്. ഇപ്പോൾ ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ആദിശങ്കര ജന്മം കൊണ്ട് പരിപാവനമായ കാലടിയാണ്. 5 വർഷം കൊണ്ട് ചെയ്യാവുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ജനങ്ങൾ ആഗ്രഹിച്ച, കാലടിയിലെ ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് തുടക്കമിടാൻ സാധിച്ചു. ഒട്ടേറെ ഭരണസമിതികൾ തുടങ്ങിവെക്കാൻ ആഗ്രഹിച്ച കാലടി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. നമുക്കറിയാം, അതിൻ്റെ എല്ലാ ബാലാരിഷ്ടതകളും മാറ്റി ആ പദ്ധതിക്ക് തുടക്കമിടാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. ധനകാര്യ സ്ഥാപനത്തിലുള്ള വായ്പയും പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും മുകളിലെ നിലകളിലേക്ക് എത്തുമ്പോൾ MLA ഫണ്ടും സംയോജിപ്പിച്ചാണ് ഏതാണ്ട് 51,000 സ്ക്വയർ ഫീറ്റുള്ള 3 നില കെട്ടിടം പണിയാൻ തുടക്കമിട്ടിട്ടുള്ളത്. അതിൻ്റെ പൈലിംഗ് എല്ലാം പൂർത്തിയായി, ബേസ്മെൻറ്റ് കോൺക്രീറ്റ് കഴിഞ്ഞു, മുകളിലേക്കുള്ള പില്ലറുകളുടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കൊമേഴ്സ്യൽ ബിൽഡിങ്ങും അതിൻ്റെ മുകളിലായി ജനങ്ങൾക്ക് സമ്മേളിക്കാവുന്ന കോൺഫറൻസ് ഹാളുമാണ്. കേരള സർക്കാർ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒരു ടൂറിസം പദ്ധതി എന്ന സ്കീം പ്രഖ്യാപിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് ബഹുമാനപ്പെട്ട MLAയുടെ സഹായത്തോടുകൂടി ഈ പദ്ധതിക്ക് അപേക്ഷിക്കുകയും ആ പദ്ധതി അനുവദിക്കപ്പെടുകയും 13.5 ഏക്കറോളം വരുന്ന മാണിക്യമംഗലം തുറയോട് ചേർന്നുള്ള സ്ഥലത്ത് 227 മീറ്റർ വാക്വേയും അവിടെ ഒരു ഓപ്പൺ ജിമ്മും വളരെ മനോഹരമായിട്ട് സ്ഥാപിക്കാൻ കഴിഞ്ഞു. ടൂറിസം ഡെസ്റ്റിനേഷൻ പ്രോജക്റ്റ് അറ്റ് മാണിക്യമംഗലം തുറ എന്നാണ് അതിൻ്റെ പേര്. ഇന്ന് നിരവധി ജനങ്ങൾ രാവിലെയും വൈകുന്നേരവും ഈ പ്രദേശത്തേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. മാണിക്യമംഗലത്ത് വാടക കെട്ടിടങ്ങളിൽ സ്ഥിതി ചെയ്തിരുന്ന ആയുർവേദ ഹോമിയോ ആശുപത്രികൾക്ക് സ്വന്തം കെട്ടിടം വേണമെന്ന കാലങ്ങളായിട്ടുള്ള പഞ്ചായത്തിൻ്റെ ആവശ്യം ഇത്തവണ നടപ്പിലാവുകയാണ്. 12 സെൻറ്റ് സ്ഥലം 2,64,000 രൂപ വെച്ച് വില കൊടുത്ത് മാണിക്യമംഗലത്ത് തുറയോട് ചേർന്ന് തന്നെ വാങ്ങുകയും 93 ലക്ഷത്തിൽ പരം രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. വെള്ളിയാട്ടിൻചിറയുടെ ചുറ്റും ടൈൽ വിരിച്ച് ഹാൻഡ് റെയിൽ സ്ഥാപിച്ച് വികസന പദ്ധതി നടപ്പിലാക്കി. MP ഫണ്ടിൽ നിന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ ഒരു ഓപ്പൺ ജിമ്മും സ്ഥാപിക്കാനായി. എന്തായാലും കാലടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി എത്രയോ വർഷങ്ങളായി നടക്കാതിരുന്ന പല പദ്ധതികളും ഏറ്റെടുത്ത് അത് പലതും പൂർത്തീകരിക്കാനും പലതിനും തുടക്കം കുറിക്കാനും പലതിനും തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനും ഒക്കെ സാധിച്ച ഒരു ഭരണസമിതിയാണ് കാലടി പഞ്ചായത്ത് ഭരണസമിതി എന്ന് നിസ്സംശയം നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് നമ്മുടെ കാലടി കുട്ടികൾക്കായിട്ടുള്ള പാർക്ക്. കാലടി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനോട് ചേർന്ന് തന്നെയുള്ള സ്ഥലത്ത് കുട്ടികൾക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു പാർക്ക് നമ്മുടെ കാലടി എന്ന പേരിട്ട് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾ, സെൽഫി പോയിന്റ്, മറ്റ് ജിമ്മിൻ്റെ മറ്റു ഉപകരണങ്ങൾ, അവിടെയും വാക്വേ ഇതെല്ലാം സജ്ജമാക്കി കഴിഞ്ഞു. 65 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും ചെലവ് ചെയ്താണ് ഈ പദ്ധതി പൂർത്തിയാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 41 കോടിയിൽ പരം രൂപയാണ്
വിവിധ മേഖലകളിൽ ഈ ഗ്രാമപഞ്ചായത്ത് ചെലവഴിച്ചിട്ടുള്ളത്. ഇനി പശ്ചാത്തല മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏതാണ്ട് 97% റോഡുകളും ഇന്ന് വളരെ നല്ല രീതിയിൽ സജ്ജമായി കഴിഞ്ഞു, ഗതാഗത യോഗ്യമാണ്. വളരെ പ്രധാനപ്പെട്ട 2 റോഡുകൾ, എടുത്തു പറയേണ്ട 2 റോഡുകളാണ്. ഒന്ന് വേങ്ങൂർ കുറ്റ്ലക്കര റോഡ്. കാലങ്ങളായി നാശോന്മുഖമായി കിടന്നിരുന്ന, കുണ്ടും കുഴിയും മാത്രമായി കിടന്നിരുന്ന ടാറിംഗ് റോഡ് ഈ ഭരണസമിതിയുടെ കാലത്ത് 81 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ടൈല് വിരിച്ച് വളരെ മനോഹരമായി ഗതാഗത യോഗ്യമാക്കി. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി കനാൽ ബണ്ട് റോഡും ഒരുപാട് കാലങ്ങളായി മാറി മാറി വന്നിരുന്ന ഭരണസമിതി അത് നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ കിടന്ന ആ റോഡ് 30 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിക്കുകയും ആദ്യ ഭാഗം പൂർത്തിയാക്കുകയും ബാക്കി വന്ന 25 ലക്ഷം രൂപ പഞ്ചായത്തും, അങ്ങനെ 55 ലക്ഷം രൂപയോളം ചെലവ് ചെയ്ത് ആ റോഡും ഇന്ന് ഗതാഗത യോഗ്യമാണ്. ക്ഷീര കർഷകരായിട്ട് സ്വകാര്യ മേഖലയിൽ പാലളക്കുന്നവർക്കും മിൽമയിൽ പാലളക്കുന്ന എല്ലാ കർഷകർക്കും കിട്ടത്തക്ക രീതിയിൽ കാലിത്തീറ്റ വിതരണ പദ്ധതി, പാലിന് സബ്സിഡി, ധാതു ലവണങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ 2 വർഷക്കാലമായി ഒട്ടേറെ ക്ഷീര കർഷകർക്ക് ഗുണം ലഭിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ദുരിതാശ്വാസ നിധി പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ദുരിതാശ്വാസ നിധി സജീവമാക്കുകയും കാലടിയിലെ നിരവധി രോഗികൾക്ക് ഈ നിധിയിൽ നിന്നും ചികിത്സാ സഹായം നൽകാനും കഴിഞ്ഞു. കാലടിയിലെ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കുന്ന വിദ്യാർത്ഥിനികളെയും മറ്റ് മേഖലകളിൽ മാറ്റ് തെളിയിച്ചിട്ടുള്ള പ്രതിഭകളെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് പഞ്ചായത്ത് വർഷം തോറും സംഘടിപ്പിച്ചു വരുന്നു. ഇതോട് ചേർന്ന് പഞ്ചായത്തിലെ 100 കുട്ടികൾക്ക് ഓരോ വാർഡിൽ നിന്നും 5-ൽ കുറയാതെ തിരഞ്ഞെടുക്കുന്ന നിർധനരായിട്ടുള്ള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബാഗും പഠനോപകരണങ്ങളും നൽകുന്ന പദ്ധതി മറ്റുള്ളവരുടെ സ്പോൺസർഷിപ്പോടുകൂടി ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്ത ഒരു പുതിയ പദ്ധതിയാണ്. കാലടിയുടെ പൊതുമാർക്കറ്റ് അത് 2010-15 പണി പൂർത്തിയായെങ്കിലും അത് പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കാൻ തുടർന്നു വന്ന ഭരണസമിതിക്ക് കഴിഞ്ഞില്ല. ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒട്ടേറെ പ്രവർത്തനങ്ങൾ അത് പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുകയും അതിൻ്റെ ഗേറ്റ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. പച്ചക്കറി മാർക്കറ്റിന് വേണ്ടി ഒരു പുതിയ കെട്ടിടവും നിർമ്മിച്ചു. ആ മാർക്കറ്റിന്റെ ഗ്രൗണ്ട് ടൈൽ വിരിച്ച് മനോഹരമാക്കുന്ന ജോലികളും നടന്നു വരികയാണ്. ആരോഗ്യരംഗത്ത് നിരവധി പദ്ധതികൾ ഏർപ്പെടുത്താൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. NCD ക്ലിനിക്ക്, ജീവിതശൈലി രോഗങ്ങളെ ചികിത്സിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകുന്ന NCD ക്ലിനിക്കിൽ ഓരോ വർഷവും 15 ലക്ഷം രൂപയോളം ചെലവ് ചെയ്ത് കൃത്യമായി മരുന്ന് വിതരണം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ പഞ്ചായത്ത് നടത്തി വരുന്നു. CHCയുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. ആ പദ്ധതിയുടെ സജീവമായ നടത്തിപ്പിന് മറ്റൊരു സ്ഥലത്തും ചെയ്യാത്തൊരു കാര്യമാണ് ഒരു BSc നഴ്സിനെ തെരഞ്ഞെടുത്ത് നിയമിച്ചിട്ടുണ്ട്. അങ്ങനെ NCD ക്ലിനിക്ക് വളരെ മനോഹരമായിട്ട് ഈ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയർ പദ്ധതി 2012 ആരംഭിച്ച പാലിയേറ്റീവ് കെയർ പദ്ധതി ഇന്നും വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കിടപ്പ് രോഗികൾക്ക് വേണ്ട വിധത്തിലുള്ള ശുശ്രൂഷ നൽകുന്നതിന് ആവശ്യമായ പണം 12-13 ലക്ഷം രൂപയിൽ കുറയാതെ എല്ലാ വർഷവും പഞ്ചായത്ത് ഭരണസമിതി വകയിരുത്തി ആ പദ്ധതിയും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആയുർവേദത്തിലും ഹോമിയോയിലും ജീവിതശൈലി രോഗങ്ങൾക്കായിട്ടുള്ള ആവശ്യമായ മരുന്ന് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി ഓരോ വർഷവും ഏറ്റെടുക്കുന്നു. വനിതകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആയുർവേദ ഡോക്ടറുടെ നേതൃത്വത്തിൽ നടത്തി വരുന്ന വനിതകൾക്ക് യോഗ പദ്ധതി വളരെ സജീവമായ ഒരു നേട്ടമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഭരണസമിതിക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു നേട്ടം പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളാണ്. 2010-15 കാലഘട്ടത്തിലാണ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. ഈ ഓഫീസിൽ ഒരു നവീകരണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലായിരുന്നു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 1 വർഷക്കാലത്തിനുള്ളിൽ ജനപ്രതിനിധികൾ സമ്മേളിക്കുന്ന സ്ഥലത്തിൻ്റെ യശസ് ഉയർത്തുന്ന രീതിയിലുള്ള ഒരു നല്ല കോൺഫറൻസ് ഹാളാക്കി മാറ്റാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും മറ്റു വിഹിതങ്ങളും പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടും വായ്പയും ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി 142 വീടുകൾ ലൈഫ് ഭവന പദ്ധതിയിൽപ്പെടുത്തി പൂർത്തിയാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു. 12 പേർക്ക് വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലം വാങ്ങുന്നതിനുള്ള പൈസ നൽകാനും അങ്ങനെ സ്ഥലം വാങ്ങാനും നിർധനരായ 680 പേർക്ക്
ഭവന പുനരുദ്ധാരണത്തിന് സഹായം നൽകാൻ ഈ ഭരണസമിതിയുടെ കാലത്ത് കഴിഞ്ഞു. പുതിയ ടോയ്ലറ്റുകൾ ശുചിത്വ മിഷന്റെ സഹായത്തോടു കൂടി 100-ൽ പരം കുടുംബങ്ങൾക്ക് പുതിയ ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിന് 12,000 രൂപ വീതം സഹായം നൽകാൻ ഈ ഭരണസമിതിയുടെ കാലത്ത് കഴിഞ്ഞു. ടോയ്ലറ്റ് മെയിൻ്റനൻസ് ഏതാണ്ട് 680ഓളം കുടുംബങ്ങൾക്ക് ടോയ്ലറ്റ് മെയിൻ്റനൻസിനും തുക നൽകാനായിട്ട് സാധ്യമായി. തൊഴിലുറപ്പ് പദ്ധതിയിൽ 2,39,835 തൊഴിൽ ദിനങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് സൃഷ്ടിക്കാൻ ഈ ഭരണസമിതിക്കായി. 1080 പേർക്ക് 100 ദിവസവും തൊഴിൽ നൽകാൻ കഴിഞ്ഞു. 2015-20 കാലഘട്ടത്തിൽ 300-ൽ താഴെ മാത്രം പേർക്ക് 100 ദിനം തൊഴിൽ കൊടുത്ത സ്ഥാനത്ത് നിന്നാണ് 1000-ലേറെ പേർക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞത്. അതൊരു വലിയ നേട്ടമാണ്, ഒരു കുതിച്ചുചാട്ടമാണ്. ഈ കാലയളവിൽ തൊഴിലുറപ്പിലെ മെറ്റീരിയൽ വർക്കിൽപ്പെടുത്തി 20ഓളം റോഡുകളും 5 തോടുകളും നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു നേട്ടമാണ്. കൈപ്പട്ടൂരിൽ സ്ഥിതി ചെയ്യുന്ന കാലടി ഗവൺമെൻറ് UP സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഫെൻസിങ് തീർത്ത് നവീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു നേട്ടമാണ്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത്. കുട്ടികൾ കളിക്കുമ്പോൾ പന്ത് പുറത്ത് റോഡിലേക്ക് പോകാത്ത വിധം GI പൈപ്പിൻ്റെ വേലി കെട്ടി വളരെ മനോഹരമായ രീതിയിൽ ആ നിർമ്മാണവും പൂർത്തിയാക്കാൻ കഴിഞ്ഞു. 28 അംഗൻവാടികളാണ് കാലടി പഞ്ചായത്തിലുള്ളത്. 28 അംഗൻവാടികളിൽ 21 അംഗൻവാടികളും ഇന്ന് ഹൈടെക് അംഗൻവാടികളായി മാറിക്കഴിഞ്ഞു. വളരെ കുറച്ച് അംഗൻവാടികൾക്ക് മാത്രമാണ് ഇനി കെട്ടിടം നിർമ്മിക്കാനുള്ളത്. ഈ ഭരണസമിതിയുടെ കാലത്ത് 2 അംഗൻവാടികൾക്ക് ഇഷ്ടദാനമായി സ്ഥലം ലഭ്യമാക്കാനും മനോഹരമായ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. ജലജീവൻ മിഷന്റെ സഹകരണത്തോടെ കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കാനുമുള്ള പദ്ധതികളും ഭരണസമിതി ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നു. ഈ കാലടിയിലെ നിരവധിയായ വ്യവസായ പ്രമുഖർ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ രംഗത്ത് വന്നിട്ടുള്ളത് വളരെ നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ആവശ്യത്തിന് ഫണ്ട് ലഭ്യമാക്കി കോടിക്കണക്കിന് രൂപ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കാലടിക്ക് തന്ന് കാലടിയെ സമ്പന്നമാക്കിയ ശ്രീ റോജി എം ജോൺ MLAക്ക് ഈ അവസരത്തിൽ ഈ ഭരണസമിതിയുടെ കാലാവധി തീരുന്ന സമയത്ത് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രിയങ്കരനായ MP അദ്ദേഹത്തിൻ്റെതായ സംഭാവനയും വെള്ളിയാട്ടിഞ്ചിറ വികസനം, ഒരു അംഗൻവാടി കെട്ടിടം, ലൈറ്റുകൾ, മറ്റു ചില റോഡുകൾ, അങ്ങനെ കഴിയുന്നത്ര ഫണ്ട് അദ്ദേഹവും നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. മുൻ പ്രസിഡന്റ് ശ്രീ MP ആൻ്റണി, വൈസ് പ്രസിഡന്റുമാരായിരുന്ന ശ്രീമതി ശാന്ത ബിനു, ശ്രീമതി അംബിക ബാലകൃഷ്ണൻ, നിലവിൽ വൈസ് പ്രസിഡന്റായ ശ്രീമതി ഷാനിദ നൌഷാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരുടെ കസേരകളിൽ ഇരുന്ന ബഹുമാനപ്പെട്ട മെമ്പർമാർ, മറ്റ് ജനപ്രതിനിധികൾ, ജില്ലാ ബ്ലോക്ക് ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ജീവനക്കാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, മാറി മാറി വന്ന സെക്രട്ടറിമാർ, നിലവിലുള്ള സെക്രട്ടറി ശ്രീമതി ലളിതാംബിക, ഇവരൊക്കെയാണ് ഈ പഞ്ചായത്തിൻ്റെ സുവർണ നേട്ടങ്ങൾക്ക് പിന്നിൽ ഉറച്ചു നിന്ന് പരിശ്രമം നടത്തിയത്. 2020-25 കാലഘട്ടത്തിൽ നിലവിൽ വന്ന ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ പടിയിറങ്ങുന്നത്. ഈ സേവനകാലത്ത് നിങ്ങൾ ഓരോരുത്തരും നൽകിയ സഹകരണം ഏറ്റവും നന്ദിയോടെ ഓർത്തുകൊണ്ട് തുടർന്നും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി ചെയ്യാനുണ്ട് എന്ന ഓർമ്മയോടുകൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങും തണലുമായി നിന്ന കാലടിയിലെ ജനം, എല്ലാ സഹായവും ചെയ്തു തന്ന കാലടിയിലെ മുഴുവൻ ജനങ്ങൾക്കും ഈ അവസരത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം.